പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. എറണാകുളം ജില്ലാ സബ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. വരണാധികാരി കോശി ജോർജ് നിയമവിരുദ്ധമായാണ് പത്രിക തള്ളിയത് എന്നാണ് സാന്ദ്രയുടെ പ്രധാന ആരോപണം. എസ് രാഗനുണ്ട് വിശദവിവരങ്ങളുമായി. രാഗിനി, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് ആർക്കാണ് യോഗ്യത, ആർക്കാണ് മത്സരിക്കാൻ കഴിയുക തുടങ്ങി വിവിധ കാര്യങ്ങൾ. എന്താണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? മോത്തി, താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ വലിയ കോലാഹലങ്ങളും വാക്പോരും ഒക്കെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ പ്രധാനമായും ഈ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് ഇപ്പോൾ കോടതിയിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. സാന്ദ്ര പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ബൈലോയ്ക്ക് വിരുദ്ധമായിട്ടാണ് വരണാധികാരിയെ നിയമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഒരേ വരണാധികാരിയാണ്. ഇതോടൊപ്പം തന്നെ തനിക്ക് ബൈലോ പ്രകാരം മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അതുകൊണ്ട് തൻ്റെ പത്രിക തള്ളിയ നടപടി സ്റ്റേ ചെയ്യണം എന്നതാണ് സാന്ദ്രയുടെ വാദം. അതിൽ ഈ പ്രധാന തസ്തികകളിലേക്ക് മത്സരിക്കുമ്പോൾ സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള 3 സിനിമകളെങ്കിലും വേണം. ആ 3 സിനിമകൾ തനിക്ക് ഉണ്ട്. അതിൽ കൂടുതൽ സിനിമകളുണ്ട്. നേരത്തെ ഈ ഫ്രൈഡേ ഫിലിംസിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തിച്ചിരുന്ന സാന്ദ്ര ആ ഘട്ടത്തിലൊക്കെ ഇതിൻ്റെ ഭാഗമായി നിന്നിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സാന്ദ്ര മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വരണാധികാരിയും ഒക്കെ വ്യക്തമാക്കിയത് 2 സിനിമകൾ മാത്രമേ സാന്ദ്രയുടെ പേരിലുള്ളൂ എന്നതാണ്. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിജയ് ബാബു മുൻപ് സാന്ദ്ര ഫ്രൈഡേ ഫിലിംസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഓഹരി അടക്കം അതിൽ കൂടുതൽ വാങ്ങി പിരിഞ്ഞുപോയ ആളാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാന്ദ്രയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതിന് സാന്ദ്ര തോമസ് മറുപടിയും നൽകിയിരുന്നു. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളുമായി താരസംഘടനയായ അമ്മയിലെ പോലെ തന്നെ നിർമ്മാതാക്കളുടെ സംഘടനകളിലും ഇപ്പോൾ ചെരിപ്പോര് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കോലാഹലങ്ങളും ഒക്കെ രൂക്ഷമാണ്. ഒരേ സമയമാണ് ഈ 2 സംഘടനകളും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. എന്തായാലും കോടതി ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനം സുപ്രധാനമാകും.